ഓക്കെ, നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നത് ഫിഖഹിലെ 24-ാമത്തെ പാഠം അസ്സൗം. സൗം മീൻസ് നോമ്പ് അല്ലെ. ഈ പാഠത്തെക്കുറിച്ച് പറഞ്ഞു വന്നത് എന്തായിരുന്നു? നോമ്പ് കാലം എല്ലാവർക്കും സന്തോഷകരമായ കാലമാണ്. അതായത് റമദാൻ മാസം, നോമ്പ് കാലം എന്ന് പറഞ്ഞാൽ റമദാൻ മാസം ഒട്ടേറെ നന്മകൾ ഒരുമിക്കുന്ന ശ്രേഷ്ഠ വസന്തം. പ്രായപൂർത്തിയും ബുദ്ധിയും നോമ്പ് അനുഷ്ഠിക്കാൻ കഴിവുമുള്ള എല്ലാ മുസ്ലിമിനും റമദാൻ നോമ്പ് വാജിബാണ്, നിർബന്ധമാണ്. അപ്പോൾ റമദാനിലെ നോമ്പ് നിർബന്ധമുള്ളവർ ആര് എന്ന് ചോദിച്ചാൽ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള, നോമ്പ് നോൽക്കാൻ കഴിവുമുള്ള എല്ലാ മുസ്ലിമിനും. മനസ്സിലായി? ഒന്ന് മുസ്ലിം ആയിരിക്കണം, മറ്റൊന്ന് പ്രായപൂർത്തി ഉണ്ടാവണം, മറ്റൊന്ന് ബുദ്ധിയും ഉണ്ടായിരിക്കണം. ബുദ്ധി എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധി പവർ അല്ല, അതായത് ഭ്രാന്തനല്ലാത്തയാള്. പിന്നെ നോമ്പ് നോൽക്കാനുള്ള ആരോഗ്യം ഉണ്ടാവണം. ആരോഗ്യപരം, ശാരീരിക ആരോഗ്യം, അതാണ് കഴിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമ്പത്തികമായ ആരോഗ്യമല്ല. നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കണം എന്ന് പറഞ്ഞല്ലോ നിസ്കാരത്തിന്റെ ഫർദുകൾ പറയുമ്പോൾ എന്നതുപോലെ നോമ്പ് നോൽക്കാനുള്ള ശാരീരിക ശേഷിയുള്ളയാൾ. അങ്ങനെയുള്ള എല്ലാ മുസ്ലിംകളുടെ മേലിൽ നോമ്പ്, റമദാനിലെ നോമ്പ് നിർബന്ധമാണ്. വാജിബാണെന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്. എന്നാൽ ഇതിൽ നിന്ന് ചില ആളുകളെ മാറ്റി നിർത്തുന്നുണ്ട്. ഹൈദ്, നിഫാസ് എന്നിവ ഉള്ളവർക്ക് നോമ്പ് ഹറാമാണ് എന്ന് പറഞ്ഞാൽ അവർ നോമ്പ് അനുഷ്ഠിച്ചാൽ അവർക്ക് കുറ്റം കിട്ടും. ഹൈദ് നിഫാസ് ഉള്ള സ്ത്രീകള് നോമ്പ് അനുഷ്ഠിച്ചാൽ, അതായത് നീയത്തും വെച്ച് ഒരു ഭക്ഷണവും കഴിക്കാതെ, നോമ്പ് അനുഷ്ഠിക്കാനുള്ള നീയത്തൊക്കെ വെച്ച് ഒരു ഭക്ഷണവും കഴിക്കാതെ എങ്ങനെ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് ഹെറാമായി തീരും. അതിന് ശിക്ഷ ലഭിക്കും, ശിക്ഷ കിട്ടും. കാരണം നോമ്പ് എന്നതൊരു ഇബാദത്താണ്. പിന്നെ പിന്നെ അവരെന്താ ചെയ്യേണ്ടത്? ഹൈദ് നിഫാസ് ഉള്ള അവരുടെ മെൻസസ് പീരീഡ് സമയമാണ് റമദാൻ മാസത്തിൽ വരുന്നത് എങ്കിൽ അവര് മറ്റു നോമ്പ് നോറ്റവർക്കിടയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം എന്നല്ല, അവർ നോമ്പുകാരിയെ പോലെയാണ് മറ്റുള്ളവർക്കിടയിൽ വേണ്ടത്. പക്ഷെ നിയ്യത്ത് ചെയ്ത് നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല. ഓപ്പൺ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കൽ അവർക്ക് നിർബന്ധമാണെന്നില്ല കേട്ടോ. ഏയ്, ഹൈദ് നിഫാസ് എന്നിവ ഉള്ള സ്ത്രീകൾക്ക് ഭക്ഷണം കഴിക്കൽ നിർബന്ധമാണ്. അവർ നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമാണെന്ന് പറഞ്ഞാൽ അവർ 3 നേരവും കൃത്യമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം, അത് നിർബന്ധമാണ്. അങ്ങനെ മനസ്സിലാക്കേണ്ടതില്ല. നോമ്പ് എന്ന ഇബാദത്ത് അവർ ചെയ്യരുത്, അതായത് നിയ്യത്ത് ചെയ്ത് നോമ്പുകാരിയാവരുത്. എന്നാലോ അവൾ മറ്റു നോമ്പുകാരെ പോലെ തന്നെയായിരിക്കണം വീട്ടിലും, അഥവാ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടെങ്കിലും അവർ നോമ്പുകാരിയെ പോലെയായിരിക്കണം ഉണ്ടാവേണ്ടത്. ഓപ്പൺ ആയിട്ട് ഭക്ഷണം കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. പിന്നെ രോഗിയാണെങ്കിലോ, രോഗിയും അങ്ങനെ തന്നെയാണ്. ഓപ്പൺ ആയിട്ട് മറ്റു നോമ്പുകാർക്കിടയിൽ വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല. രോഗി അയാൾക്ക് മരുന്ന് കഴിക്കാനുള്ളത് കൊണ്ടാണ് എന്താണ് നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമായി വരുന്നത്, അല്ലേ? എന്നാൽ അയാൾക്ക് അത്യാവശ്യത്തിനുള്ള ഭക്ഷണം അയാൾ കഴിക്കുക, മരുന്നും കഴിക്കുക. പിന്നെ രാവിലെ ചെറിയ സ്നാക്സും ചായയും കഴിക്കുക, അല്ലെ? 11:30 ആകുമ്പോൾ ചെറിയൊരു ഗ്ലാസ് ജ്യൂസ് കഴിക്കുക, വൈകുന്നേരം ആകുമ്പോൾ ഒരു ചെറിയ കാപ്പിയും ബർഗറും കഴിക്കുക. ഇങ്ങനത്തെ പൂതിക്കുള്ളതൊക്കെ ഇങ്ങനെ തിന്നുക, അങ്ങനത്തെ പരിപാടി പറ്റില്ല. അവരും നോമ്പുകാരെ പോലെയാണ്. രോഗം എന്നുള്ളത് അവർക്ക്, രോഗം കാരണം മരുന്ന് കഴിക്കാനുണ്ട്, അങ്ങനെ ഉള്ള പ്രയാസം കാരണത്താൽ മാത്രമാണ് നോമ്പ് നോൽക്കൽ അവർക്ക് അതിൽ ഇളവ് വരുന്നത്. എന്നാൽ നിസ്കാരത്തിന്റെ വിഷയത്തില് ഹൈദ് നിഫാസുകാരിക്ക് നിസ്കരിക്കൽ ഹറാമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നോമ്പ് നിസ്കാരം തമ്മിൽ വ്യത്യാസമുണ്ട്. നോമ്പ് അവർക്ക് ഈ ഹൈദ് നിഫാസ് സമയത്ത് നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമാണ്. എങ്കിലും അവർ പിന്നീട് ശുദ്ധിയായി കഴിഞ്ഞാൽ, റമദാനിന് ശേഷം അവർ ശുദ്ധിയുള്ള സമയത്ത് ഈ നോമ്പുകൾ ഖളാ വീട്ടണം, നോമ്പ് ഖളാ വീട്ടണം. പക്ഷേ ഓരോ മാസങ്ങളിലായി അവർക്ക് ഈ എന്താണ് റാസിൻ, എന്താണ് ഇങ്ങനെ ഇരിക്കല്ലടാ, 2 കൈയും ഒഴിവാക്കൂ. ഞങ്ങൾക്ക് പകലിലെ സ്കൂൾ സമയത്തുള്ള നിങ്ങൾ അധ്വാനത്തിന്റെ ക്ഷീണം ഉണ്ടാവും. എന്നാലും നമ്മൾ കുറച്ചു നേരല്ലേ, ഒരു 10 മിനിറ്റും കൂടെ ഉള്ളൂ. ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നാൽ എന്ത് ചെയ്യാം, ഉഷാറാവും. ഞാൻ പറഞ്ഞു വന്നതിന്റെ ഫ്ലോ നഷ്ടപ്പെട്ട്. നിങ്ങൾ നല്ല ഉണർവോടെ ഇരിക്കുന്നത് കാണണം, അപ്പോഴല്ലേ എനിക്ക് പറയാനൊരു ഉന്മേഷം ഉണ്ടാവുള്ളൂ. നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമാണ്. പക്ഷെ അവര് പിന്നീട് റമദാനിന് ശേഷം ശുദ്ധിയുള്ള സമയത്ത് ഈ നോമ്പുകൾ ഖളാ വീട്ടൽ നിർബന്ധമാണ്. നിസ്കാരത്തിന്റെ വിഷയം അങ്ങനെയല്ല. ഹൈദ് നിഫാസുകാരിക്ക് നിസ്കാരത്തിന്റെ വിഷയം, അവർക്ക് ഓരോ മാസം ഇങ്ങനത്തെ പീരീഡ് സമയത്തുള്ള നിസ്കാരങ്ങൾ പിന്നീട് അവർക്ക് ഖളാ വീട്ടേണ്ടതില്ല എന്നല്ല,
ഖളാ വീട്ടലും ഹറാമാണ്. അത്രത്തോളം ഇളവ് നൽകിയിട്ടുള്ള ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. അത് അവർക്ക് വേണ്ടി തന്നെയാണ് ഇസ്ലാം അങ്ങനെ ഖളാ വീട്ടൽ പോലും ഹറാമാക്കിയത്. സൂക്ഷ്മത വിചാരിച്ചുകൊണ്ട് ആരും പ്രയാസപ്പെടേണ്ടതില്ല. കാരണം ഒരു മാസത്തെ നിസ്കാരങ്ങൾ ഖളാ വീട്ടി വരുമ്പോഴേക്കും അടുത്തതിന്റെ പീരീഡ് ആരംഭിക്കാനായിട്ടുണ്ടാകും. ഇങ്ങനെയാണ്, അത് അനുഭവമുള്ളവർക്ക് മനസ്സിലാകും. പിന്നെ അപ്പോ ഇവിടെ നമ്മള് ഹൈദ് നിഫാസുകാരിയുടെ നോമ്പും നിസ്കാരവും നമ്മൾ ഒരുപോലെയാണ് എന്ന് കരുതരുത്. ഹൈദ് നിഫാസുകാരിയായ സ്ത്രീകൾക്ക് നോമ്പ് നോൽക്കൽ ഹറാമാണ് എന്നതുപോലെ നിസ്കരിക്കലും ഹറാമാണ്. പക്ഷെ ഇവർ ഈ നോമ്പ് നിസ്കാരം തമ്മിൽ വ്യത്യാസപ്പെടുന്നത് എവിടെയാണ്? നോമ്പ് പിന്നീട് ശുദ്ധിയുള്ള അവസരത്തിൽ അവർ ഖളാ വീട്ടൽ നിർബന്ധമാണ്. നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ല എന്നല്ല, നിസ്കാരം ഖളാ വീട്ടൽ ഹറാമാണ്. അങ്ങനെ ഒരു വേർതിരിവുണ്ട്. ഇനി മറ്റൊരു വിഷയം പറയുന്നു. ഷഅബാൻ 30 പൂർത്തിയാവുകയോ റമദാൻ മാസപ്പിറവി കണ്ടതായി സ്ഥിരപ്പെടുകയോ ചെയ്താൽ നോമ്പ് നിർബന്ധമാകും. അപ്പൊ നോമ്പ് നിർബന്ധമാകുന്നത് എപ്പോഴാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഷഅബാൻ 30 പൂർത്തിയായി. അതായത് ഇന്ന് പകലിൽ ഷഅബാൻ 30 ആയിരുന്നു. ഇന്ന് മഗ്രിബ് വാങ്ക് വിളിക്കലോടെ ഷഅബാൻ 30 പൂർത്തിയായിട്ടുണ്ട്. മഗ്രിബ് വാങ്ക് വിളിക്കലോട് കൂടെ റമദാനിലേക്ക് പ്രവേശിച്ചു എന്നർത്ഥം. അല്ലെങ്കിൽ ഇന്ന് മഗ്രിബിന് ശേഷമായിട്ട് മാസപ്പിറവി കണ്ടു, അപ്പൊ എന്തായി? നമ്മൾ റമദാൻ മാസത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇതാ പറഞ്ഞത്, ഷഅബാൻ 30 പൂർത്തിയാവുകയോ റമദാൻ മാസപ്പിറവി കണ്ടതായി സ്ഥിരപ്പെടുകയോ ചെയ്താൽ നോമ്പ് നിർബന്ധമാകും. നോമ്പിന്റെ ഫർദുകൾ 2 എണ്ണമാണ്. നോമ്പ് എന്ന ഇബാദത്തിനുള്ള ഫർദുകൾ 2 എണ്ണം. 1 നിയ്യത്ത്, 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ വർജിക്കുക. അതായത് ജീവിതത്തിൽ നിന്ന് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുക, അതൊന്നും ചെയ്യാതിരിക്കുക. ഫർദായ നോമ്പിന് ഓരോ രാത്രിയും ഫജ്റിന് മുമ്പായി നിയത്ത് ചെയ്യൽ വാജിബാണ്. അതായത് റമദാനിലെ നോമ്പ്, അതാണ് ഫർദായ നോമ്പ് അല്ലെ. ഖളാ വീട്ടുന്ന നോമ്പും റമദാനിലെ നോമ്പ് പിന്നീട് നമ്മൾ ഒരാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് ഖളാ വീട്ടണമല്ലോ. ഖളാ വീട്ടുന്ന ഫർദായ നോമ്പ് ഖളാ വീട്ടുകയാണെങ്കിൽ അപ്പോഴും എപ്പോഴാണ് നിയത്ത് ചെയ്യേണ്ടത്? നിയത്ത് ചെയ്യാനുള്ള സമയം ഓരോ രാത്രിയും ഫജ്റിന് മുമ്പായി, സുബ്ഹി വാങ്ക് കൊടുക്കുന്നതിന് മുന്നേയായി തന്നെ രാത്രിയിൽ തന്നെ എന്ത് ചെയ്യണം? നിയത്ത് ചെയ്യൽ നിർബന്ധമാണ്. അപ്പൊ സുന്നത്ത് നോമ്പിനോ? സുന്നത്ത് നോമ്പിനാണെങ്കിൽ ഒരാൾ നോമ്പിന് നിയത്ത് ചെയ്യാൻ മറന്നുപോയി, നോമ്പ് നോൽക്കണം എന്നൊക്കെ കരുതിയിരുന്നു. ഇപ്പോ കഴിഞ്ഞ മിഅ്റാജിന്റെ സുന്നത്ത് നോമ്പ്, റജബ് 27 അന്ന് നോൽക്കാൻ സുന്നത്തായ നോമ്പുണ്ടല്ലോ, ആ നോമ്പ് നോൽക്കണം എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ അത്താഴ സമയത്ത് എഴുന്നേറ്റില്ല. അലാം വെച്ചിരുന്നു, പക്ഷെ ഫോണൊക്കെ ഓഫ് ആയതുകൊണ്ട് ഉണർന്നില്ല, നിയത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ എഴുന്നേറ്റ് സുബ്ഹി നിസ്കരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സുന്നത്ത് നോമ്പ് ഉണ്ടായിരുന്നല്ലോ, അത്താഴം കഴിച്ചിട്ടില്ല, അത് പോട്ടെ, ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല, എഴുന്നേറ്റിട്ട് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് അന്നേരം നിയത്ത് ചെയ്താൽ മതി. എന്ത്? റജബ് 27 സുന്നത്ത് നോമ്പിനെ അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നോറ്റ് വീട്ടുവാൻ കരുതി, അങ്ങനെ നിയത്ത് ചെയ്താൽ മതി. ഓക്കെ, ബാങ്ക് കൊടുക്കാനാവുന്നുള്ളല്ലോ. 45-നാണോ? ഓക്കെ, ബാക്കിയോടെ പറയട്ടെ. ഇനി നോമ്പിന്റെ പൂർണ്ണമായ നിയ്യത്ത് നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർദി റമദാനി ഹാദിഹി സനതി ലില്ലാഹി തആല എന്നതാണ് പൂർണ്ണമായ നിയ്യത്ത്. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ 4 എണ്ണം പറഞ്ഞിട്ടുണ്ട്. 1 സംയോഗം ചെയ്യുക, അല്ലെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടുന്ന വിഷയമാണ്. 2 ഇന്ദ്രിയം പുറപ്പെടുവിക്കുക, അല്ലെ, മനി എന്നാണ് അറബി പറയാ. ഇന്ദ്രിയം സ്പേം ശരീരത്തിൽ നിന്ന് മുൻദ്വാരത്തിലൂടെ പുറപ്പെടുവിക്കുക. അത് സംയോഗത്തിലൂടെ പുറപ്പെടും, അല്ലാത്ത രീതിയിലൂടെയും പുറപ്പെടും. പുറപ്പെടുവിക്കുക എന്നതിലൂടെ നോമ്പ് മുറിയുള്ളൂ. ഇനി ഒരാൾക്ക് ഉറക്കത്തിൽ ഇന്ദ്രിയം പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അയാൾ അറിയാതെ സംഭവിച്ചതാണ്, ഉറക്കത്തിൽ സംഭവിച്ചതാണെങ്കിൽ അയാൾ നോമ്പ് മുറിയില്ല. പുറപ്പെടുവിച്ചെങ്കിൽ മാത്രമേ നോമ്പ് മുറിയുകയുള്ളൂ. എന്നാൽ ഒരു ഭാര്യയും ഭർത്താവും നോമ്പ് സമയത്ത് സംയോഗത്തിൽ ഏർപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ നോമ്പ് ബാത്തിലായിട്ടുണ്ട്. അതായത് ഭർത്താവിന്റെ ഹഷ്വ ഭാര്യയുടെ ഫർജിൽ പ്രവേശിച്ചാൽ തന്നെ ഇതായി നോമ്പ് ബാത്തിലായി. അവിടെ പിന്നെ ഇന്ദ്രിയം പുറപ്പെടണോ വേണ്ട എന്നുള്ള കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല, പ്രവേശിച്ചാൽ തന്നെ നോമ്പ് മുറിഞ്ഞിട്ടുണ്ട്. 3-മത്തത് ഉണ്ടാക്കി ഛർദിക്കുക. താനേ ഛർദിച്ചതല്ല, കൈയിട്ടുകൊണ്ട് അല്ലെങ്കിൽ മരുന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ച് ഇതിങ്ങോട്ട് വലിച്ചെടുത്തു ഛർദിപ്പിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ചെയ്താൽ നോമ്പ് ബാത്തിലാകും.
തടിയുള്ള വല്ലതും തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് കടക്കുക. ഇതൊക്കെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളാണ്. വാങ്കിന്റെ സമയമായി. ഷോർട്ട് ബ്രേക്ക്.